ഭീമസേനന് ആയിരക്കണക്കിന് ആനകളുടെ ശക്തിയുണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഭീമസേനന് ഈ ആയിരക്കണക്കിന് ആനകളുടെ ശക്തി കിട്ടിയത്? കഥ പറയാം. പാണ്ഡുവിൻ്റെ മരണശേഷം മഹർഷിമാരുടെ സഹായത്തോടുകൂടി കുന്തിദേവിയും പഞ്ചപാണ്ഡവന്മാരും ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇവിടെ വന്നപ്പോൾ പാണ്ഡു മരിച്ചു എന്ന വാർത്തയറിഞ്ഞ് ധൃതരാഷ്ട്രരടക്കം ഭീഷ്മാചാര്യരും സത്യവതിയും അംബികയും അംബാലികയും എല്ലാവരും ഏറെ ദുഃഖിച്ചു. നാട്ടിലെല്ലാ ജനങ്ങളും വല്ലാതെ സങ്കടപ്പെട്ടു. കാരണം പാണ്ഡു ഓരോ ജനങ്ങൾക്കും അത്രയധികം പ്രിയങ്കരനായിരുന്നു. ഈ രാജ്യം മുഴുവൻ ഇത്ര വിസ്തൃതമാക്കിയത് പാണ്ഡുവാണ്. ധൃതരാഷ്ട്രരെ സംബന്ധിച്ചിടത്തോളം അന്ധനായ തനിക്ക് സഹോദരൻ അത്രത്തോളം പ്രിയങ്കരനായിരുന്നു, തന്നെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. അങ്ങനെ ധൃതരാഷ്ട്രരും വല്ലാതെ സങ്കടപ്പെട്ടു. ഈ ഭീഷ്മാചാര്യർ എന്തെന്നില്ലാത്ത സങ്കടത്തോടുകൂടി ഇനി വീണ്ടും ഈ രാജ്യം താൻ തന്നെ കൊണ്ടു നടക്കണമല്ലോ എന്നാലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യവതി ദേവിയുടെ അടുത്ത് വന്ന് വേദവ്യാസ മഹർഷി പറയുന്നത്, അമ്മേ, ഇനിയും ഇവിടെ ഇങ്ങനെ തുടരണോ? അമ്മയ്ക്ക് ഈ ലോകം വിട്ട് കാട്ടിലേക്ക് വന്നൂടെ? ഈ ലോകത്ത് ഇങ്ങനെ നടന്നിട്ട് എന്താണ് പ്രത്യേകിച്ച് കാര്യം? അമ്മയുടെ ഈ വരും തലമുറ അവരുടെ മനസ്സ് കലുഷിതമാകാൻ പോവുകയാണ്. ഇവർ ഭാവിയിൽ അധികാരത്തിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ഉന്മൂലനാശം സംഭവിക്കും. ഇപ്പോൾ ഈ കാണുന്നതൊന്നും നോക്കണ്ട, നാളെ ഇതൊക്കെ മാറി മറിയും. അത് കാണാനുള്ള കെൽപ്പ് അമ്മയ്ക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ലോകമൊക്കെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സത്യവതിക്ക് ശരിയാണെന്ന് തോന്നി. അംബികയെയും അംബാലികയെയും വിളിച്ചു. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ച് കഷ്ടപ്പെടണ്ട, മക്കളൊക്കെ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ, ഇനി എന്ത് സന്തോഷമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാനുള്ളത്, പോവുക എന്ന് പറഞ്ഞ് ഈ അംബികയെയും അംബാലികയെയും കൂട്ടി സത്യവതി ദേവി വനത്തിലേക്ക് പോയി. പിന്നീട് ഭീഷ്മാചാര്യരെ സംബന്ധിച്ചിടത്തോളം അനവധി പേരെ കുട്ടികളുണ്ട്. ഇതുവരെ കൗരവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പാണ്ഡവരും കൂടി. കുട്ടികളുടെ സദാസമയമുള്ള കളികളും ചിരികളുമായി കൊണ്ട് ഹസ്തിനപുരം വീണ്ടും സന്തോഷത്തിലേക്ക് വരാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും വേറൊരു ചെറിയ പ്രശ്നമുണ്ടായി. ഇതുവരെ ഭീഷ്മാചാര്യരെ പോലെയുള്ള ആളുകൾക്ക് ലാളിക്കാൻ, വാത്സല്യത്തോടുകൂടി നോക്കാൻ കൗരവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പാണ്ഡവർ കൂടി വന്നപ്പോൾ കൗരവരുടെ മൂത്ത പുത്രനായ ദുര്യോധനൻ എന്തെന്നില്ലാത്ത ദേഷ്യവും അസൂയയൊക്കെ തോന്നി തുടങ്ങി. ദുര്യോധനനെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ മാത്രമാണ് എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് സർവശക്തനായ ഭീമസേനനടക്കമുള്ള 5 പേരുണ്ട്. ദുര്യോധനൻ ഏറ്റവും ദേഷ്യം ഭീമസേനനോടായിരുന്നു. ഭീമസേനൻ പൊതുവെ ഭക്ഷണപ്രിയനാണ്, അതിശക്തനാണ്. പിന്നെ കുട്ടികളുടെ പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധർമാധർമ്മങ്ങളൊന്നും നോക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, ചീത്ത വിളിക്കുക, അവരെ ദേഷ്യം പിടിപ്പിക്കുക, ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ഭീമസേനന് കുറച്ചധികം താല്പര്യം ഉണ്ടായിരുന്നു, ബാലിശമായിരുന്നു. പക്ഷേ ദുര്യോധനന് അതിലെന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി, പക തോന്നി, അസൂയ, വൈരം ഒക്കെ ഉണ്ടായി. എന്ത് കളി കളിച്ചാലും ഭീമസേനനെ ജയിക്കുള്ളൂ. ദുര്യോധനൻ ഇതിൽ